അങ്ങനെ ഒരു അസുഖമല്ലായിരുന്നു. എന്നെ പിടിച്ച് ട്രിപ്പ് കുത്തിയിട്ടു കേട്ടോ. എന്നിട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് എന്നെ വിടാൻ ഭാവമല്ല. ഡോക്ടർമാർ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലേ എന്നെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ച് കുറേ നേരം ഇരുത്തി. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഹോസ്പിറ്റലിൽ പോയ ഒരു ബ്ലോഗാണ്. 6-ാം മാസം സ്കാനിങ്ങിന് പോയപ്പോൾ പറ്റിയൊരു ചെറിയൊരു അബദ്ധമാണ് ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ അനോമലി സ്കാന് 6-ാം മാസം സ്കാൻ എടുക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ പോയപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ പോണ വഴിക്ക് വലിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ബസ്സൊന്നും അങ്ങോട്ട് വിടുന്നില്ലായിരുന്നു, വേറെ വഴി തിരിച്ചു വിടുമായിരുന്നു. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലെ ബസ്സിൽ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. സൈശേട്ടനാണ് എന്നെ എപ്പോഴും കൊണ്ടുപോകുന്നത്. പക്ഷെ അന്ന് സൈശേട്ടൻ ഒഴിവാക്കാൻ പറ്റാത്ത ജോലി ഉള്ളതുകൊണ്ട് സൈശേട്ടൻ ജോലിക്ക് പോയി. അപ്പോൾ അബിക്കുട്ടനെ ഏൽപ്പിക്കാൻ എനിക്ക് സ്ഥലമില്ലായിരുന്നു. അപ്പോൾ അബിക്കുട്ടനെ സൈശേട്ടൻ ജോലിക്ക് കൂടെ കൊണ്ടുപോയി. അപ്പോൾ അടുത്ത് നിർത്തി അവനുള്ള സ്നാക്സും ടോയ്സൊക്കെ കൊടുത്തു വിട്ടു. അവനെ സൈശേട്ടനോട് ജോലിക്ക് വിട്ടു. ജോലിക്ക് കൂടെ കൊണ്ടുപോയി സൈശേട്ടൻ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സൈശേട്ടനില്ലാതെ ഹോസ്പിറ്റലിലല്ല സ്കാനിങ്ങിന് പോകുന്നത്. അപ്പോൾ ഞാൻ സ്കാനിങ്ങിന് പോകുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, വെട്ടുമണി ഹോസ്പിറ്റലിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിലെ ഉത്സവമായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് ബസ്സൊക്കെ വേറെ വഴി തിരിച്ചു വിട്ടു. ഒരുപാട് ചുറ്റിയാണ് ബസ് പോയത്. അപ്പോൾ എനിക്ക് കുറേ നാൾ ബസ്സിൽ പോകാത്തതുകൊണ്ടോ എനിക്ക് അറിയത്തില്ല, പോയപ്പോഴത്തേക്കും ബസ്സിൽ നിറയെ ആൾക്കാരായിരുന്നു, സീറ്റൊന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് അന്ന് അത്ര വയറില്ലായിരുന്നു. അപ്പോൾ ആരും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചില്ല, കറണ്ട് പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ആരും സീറ്റ് തന്നാൽ ഞാൻ അവരോട് പറഞ്ഞതുമില്ല. ഞാൻ ബസ്സിൻ്റെ കയറുന്ന സ്റ്റെപ്പിൻ്റെ അടുത്ത് കണ്ടക്ടർ അടുത്ത് ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന ആ ഭാഗത്ത് സൈഡിലോട്ട് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് ചുറ്റിയാണ് ബസ് ഇങ്ങനെ പോയത് കേട്ടോ. പോകുന്ന വഴിക്ക് എനിക്ക് തല ചുറ്റിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അടുത്തിരുന്ന ചേച്ചിയോട് ഇങ്ങനെ സീറ്റ് ഇച്ചിരി എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, തല ചുറ്റെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മനസ്സിലൂടെ അവർ എഴുന്നേറ്റപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് വയറ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു പ്രഗ്നൻ്റ് ആണെന്ന് ചോദിച്ചു. ഞാൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. മുന്നേ പറഞ്ഞ് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വഴക്ക് പറഞ്ഞു. പക്ഷെ എനിക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. അതിന് മുന്നേ ഞാൻ ഛർദ്ദിച്ചു, നല്ലവണ്ണം ഛർദ്ദിച്ചിട്ട് തലവേദനയൊക്കെ എടുത്തിട്ട് രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സ്കാനിങ് സെൻറ്ററിൽ എത്തിയപ്പോൾ എനിക്ക് അന്ന് തന്നെ 6-ാം മാസം സ്കാനും എടുക്കണമായിരുന്നു, എക്കോയും എടുക്കണമായിരുന്നു. അപ്പോൾ എക്കോ ഡോക്ടർ 1:30 കഴിഞ്ഞിട്ട് വരും, ഉച്ചയ്ക്ക് 1:30 കഴിഞ്ഞിട്ട് വരും. സ്കാനിങ് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് അത്ര രാവിലെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. അവർ മുന്നേ വിളിച്ച് പറഞ്ഞെന്ന് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെയാണ് സംഭവം, എനിക്ക് അവിടെ നിന്ന് ഒറ്റ ബസ് വീടിനടുത്തുള്ള ബസ്സാണ്, ഞാനിങ്ങനെ വന്നതാണ്, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഒരു 10 മണി ആയതേ ഉള്ളൂ ഞാൻ സ്കാനിങ് സെൻറ്ററിൽ ചെന്നപ്പോൾ. ഇത്ര നേരത്തെ എന്തിനാ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കുന്നത്, ഇനി സമയമുണ്ട്, ചിലപ്പോൾ എക്കോ ഡോക്ടർ വരാൻ ലേറ്റാവും, 4 മണിയൊക്കെ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെയറിലിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല. കാരണം 10 മണിയേ ആയുള്ളൂ, രാവിലെ 10 മണിയേ ആയുള്ളൂ. എനിക്ക് സ്കാനിങ് 1:30-ക്കും പിന്നെ എക്കോ ഡോക്ടർ വരുന്ന സമയം എനിക്കറിയില്ല, 4 മണിക്കകം വെച്ച് വരുമെന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാനിനി ഇവിടെ ഇത്രയും നേരം എങ്ങനെ ഇരിക്കും സ്കാനിങ് സെൻറ്ററിൽ. അപ്പോൾ എനിക്ക് അവിടെ സ്കാനിങ് സെൻറ്ററിൽ ഇരിക്കുകയും വേണം, ഉച്ചയ്ക്ക് ഫുഡും കഴിക്കണം. ഫുഡ് ഹോട്ടലിൽ കഴിക്കാനും പ്ലാനിട്ട് പോയത്. പക്ഷേ പിന്നെ എനിക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. സൈശേട്ടൻ വിളിയപ്പോൾ സൈശേട്ടൻ പറഞ്ഞു നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ അടുത്താണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. ഞാൻ അവിടെ എനിക്ക് ഫസ്റ്റ് 3-ാം മാസം ബ്ലീഡിങ് ആയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് അവിടെ പോയായിരുന്നു. അപ്പോഴത്തേക്ക് എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിറയെ ബെഡൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടന്നിരുന്നു. അപ്പോൾ കുറേ നേരം ഞാനിവിടെ റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ബ്ലീഡിങ്ങിൻ്റെ കൗണ്ട് നോക്കാനായിട്ട് അവിടെ ഇങ്ങനെ കിടത്തിയിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോകാമെന്ന് ഹോസ്പിറ്റലിൽ അങ്ങനെ ചെന്നു. എന്നിട്ട് ഞാൻ ലേബർ റൂമിൽ ചെന്നപ്പോൾ നേഴ്സ് മാത്രമല്ലായിരുന്നു. അപ്പം എന്നോട് കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തല ചുറ്റുന്ന, ഞാൻ സ്കാൻ എടുക്കാൻ വന്നതാണ്, 6-ാം മാസം പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒഴിഞ്ഞ ബെഡിലോട്ട് പോയി കിടക്കാൻ. ഞാൻ നല്ല സന്തോഷത്തോടെ 1:30 വരെ ഉച്ച വരെ കിടന്നൊന്ന് ഉറങ്ങിയാൽ തീരാവുന്ന ക്ഷീണമല്ലായിരുന്നു എനിക്ക്. കാരണം
എനിക്ക് ബസ്സിലേക്ക് കയറി ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിയുമ്പോഴത്തേക്കും ആ ക്ഷീണമൊക്കെ പോകും. അങ്ങനെ ഞാനങ്ങൾ പ്ലാൻ ഇട്ടിട്ട് ഉറങ്ങാനുള്ള പ്ലാനിൽ ചെന്ന് ഒരു ബെഡിൽ ചെന്ന് കിടന്നു. എൻ്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പേഷ്യൻ്റ് എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കാര്യം ചോദിച്ചു. ഞാനിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കിടക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് കിടന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ സിസ്റ്റർ എന്ന് ഡോക്ടർ ഫോൺ വിളിച്ച് ഡോക്ടർ വന്നു. ഡോക്ടർ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, സൈഷേട്ടൻ ഫോൺ ചെയ്തിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു സൈഷേട്ടാ എനിക്കിങ്ങനെ കിടക്കാൻ സ്ഥലം കിട്ടി, ഞാനിങ്ങനെ ഇനി ഉച്ചവരെ കിടന്ന് ഉറങ്ങിക്കൊള്ളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ട് എന്നോട് പറയും ഇയാൾ കണ്ട് തലകറക്കമൊന്നും തോന്നുന്നില്ലല്ലോ, ഫോണൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പെട്ടെന്ന് ചാടിയിട്ട് ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞാണ് എനിക്ക് തല ചുറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇഞ്ചക്ഷൻ തന്നു. ഒരു ഇഞ്ചക്ഷൻ തന്നിട്ട് പിന്നെ പരിശോധിച്ചിട്ട് ഒരു ഗുളികയും തന്നു. എന്നിട്ട് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബുക്ക് എടുത്ത് കൊടുത്തപ്പോഴാണ് അവരറിയുന്നത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, ഞാൻ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണെന്ന് അറിയുന്നത്. പെട്ടെന്ന് അവരിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ട്രിപ്പ് കൊടുക്കാൻ പറഞ്ഞു സിസ്റ്റർ അടുത്ത്. ഞാൻ അയ്യടായിപ്പോയി. ട്രിപ്പ് ഇട്ടാൽ കുറഞ്ഞൊരു 3 മണിക്കൂറെങ്കിലും കിടക്കണം. ഞാനിങ്ങനെ ഡോക്ടർ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് തലർക്കൊന്നും ഉറങ്ങിയാൽ മാറും, അത് കുഴപ്പമില്ല, ടയേർഡാണ് കിടക്കെന്ന് വെച്ചിട്ട് എന്നെ പിടിച്ച് ട്രിപ്പ് ഇടിപ്പിച്ചു കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അങ്ങനെ എനിക്ക് ഉച്ചയ്ക്ക് 1:30-ക്ക് 1 മണിക്ക് ചോറ് കഴിക്കണം. ഫോണിൽ പോയി ചോറ് കഴിച്ചിട്ട് 1:30-ക്ക് അവിടെ ലാബിൽ ചെല്ലാമെന്ന് ഞാൻ ഏറ്റവും പോയി. എനിക്ക് ട്രിപ്പ് കുത്തിയിടുന്നത് എപ്പോഴാണ് 12:30-ക്ക്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ വല്ലാണ്ടൊരവസ്ഥയിലായിപ്പോയി. അങ്ങനെ എന്നെ പിടിച്ചവിടെ ട്രിപ്പ് കുത്തിയിട്ടു കേട്ടോ. അങ്ങനെ ഒരു അസുഖമില്ലായിരുന്നു, എന്നെ പിടിച്ച് ട്രിപ്പ് കുത്തിയിട്ടു. ഡോക്ടർമാരെ കുറ്റമായിട്ട് കാര്യമില്ല, അവരുടെ ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വേഗം എനിക്ക് 1 മണിക്ക് സ്കാൻ സെൻറ്ററിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സ്പീഡ് കൂട്ടിയിട്ടു. അങ്ങനെ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പം ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഡോക്ടറെ വിടാൻ പാവില്ല ഒറ്റയ്ക്ക്. ഞാൻ പറഞ്ഞു ചേട്ടൻ വൈകിട്ട് വരും വിളിക്കാം, അപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറെ കണ്ടിട്ടേ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഉറപ്പിൽ എന്നെ സ്കാൻ സെൻറ്ററിലോട്ട് വിട്ടു കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയത് ഹോട്ടലിലേക്കാണ്. ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പോയതാണ്. സദ്യ കഴിച്ചു കേട്ടോ. ചോറ് മേടിച്ച് കഴിച്ചിട്ട് പിന്നെ എനിക്ക് സ്കാൻ സെൻറ്ററിലോട്ട് പോകണം. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. 1:30-ക്കൊക്കെ സ്കാൻ സെൻറ്റർ നിൽക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ചോറ് വാരി കഴിച്ചിട്ട് സ്കാൻ സെൻറ്ററിലോട്ട് ഓടുമായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേഗം സ്കാൻ സെൻറ്റർ ചെന്നപ്പോൾ എനിക്ക് മുട്ടാൻ പണിയിട്ട് അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ആ സ്കാൻ സെൻറ്റർ എപ്പോഴും തിരക്കാണ്. വസന്ത് സ്കാൻ സെൻറ്റർ എന്നാണ് പേര്. താഴത്തെ സെൻറ്ററിലാണ് സ്കാനൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കാനായിട്ട് സ്ഥലമില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. അങ്ങനെ മുകളിൽ പോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. മുകളിലും കുറേ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. എന്താ തിരക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ചായ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ചായ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞിട്ടും വിളിക്കുന്നൊന്നുമില്ല. അങ്ങനെ എനിക്ക് അവിടെ ഇരുന്ന് ബോറടിച്ചു. ഇപ്പോഴേ നമുക്ക് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി പിന്നെ TV ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് എനിക്ക് പിന്നെ ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ട് താഴോട്ട് പോയി കേട്ടോ. താഴെ ചെന്നിട്ട് അവിടെ സ്കാൻ സെൻറ്ററിൽ അന്വേഷിച്ചു എപ്പം വിളിക്കുമെന്ന്. അപ്പം എക്കോ ഡോക്ടർ ഇതുവരെ എത്തിയിട്ടില്ലെന്നാണ് അവിടെ അറിയാൻ കഴിഞ്ഞത്. പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളെ സ്കാൻ സെൻറ്റർ എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം കാത്തിരുന്നു. ഒരുപാട് പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ ചെന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം രാവിലെ തൊട്ട് വന്നവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നെ രാവിലെ വന്ന് എന്നെ വിളിച്ചത് ഒരു 5:30 ആയപ്പോഴാണ് എന്നെ സ്കാൻ സെൻറ്ററിലേക്ക് വിളിച്ചത് കേട്ടോ. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സൈഷേട്ടൻ ജോലിയെല്ലാം കഴിഞ്ഞ് മോനെയും റെഡിയാക്കി കുളിപ്പിച്ച് സൈഷേട്ടന് റെഡിയായി എന്നെ വിളിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ സൈഷേട്ടൻ വരാത്തത് ഒരു കാര്യത്തിൽ നന്നായി. ക്ഷമയുടെ നെല്ലിപ്പല കാണുമായിരുന്നു അവിടെ വന്നിരുന്നെങ്കിൽ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേഗം വീട്ടിലേക്ക് പോവായിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ല ദിവസം നടന്നിട്ട് നിർത്തുന്നു. താങ്ക് യു.